നിങ്ങളെന്താ ബിസിലടിച്ച് ആളെ കളിയൊക്കെ? ഞാനല്ല അടിച്ചത്. പിന്നെ ഒന്നടിച്ച് രണ്ടടിച്ച് ബിസിലടിച്ച് പഠിക്കുക. താനെന്തോടെ എന്റെ മെക്കിട്ടായിരുന്നത്? മനസ്സിൽ എനിക്ക് വണ്ടി ഓടിക്കാൻ. ഞാൻ എന്നോട് മരക്കോന്താ തള്ളേ. പിന്നെ അവനാ. ആഹാ, നിങ്ങളൊന്ന് ഞാൻ ശരിയാക്കി തരാടാ. ഗീതുമോള് വാ. എത്ര ദിവസം ബ്രാഞ്ച് ഓഫീസില്? ഈ രീതിയിലാണോ കുട്ടികളെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുന്നത്? നിങ്ങൾ കുട്ടികളുടെ മനഃശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ എവിടെ നിന്നാണ് ട്രെയിനിങ് എടുത്തേ? കുറച്ച് കാലമായി നിങ്ങളെ നോട്ട് ഔട്ട് വെച്ചിരിക്കുകയാണ് കംപ്ലൈന്റ് ചെയ്യാൻ. നിങ്ങൾ ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ ഈ കുട്ടിയുടെ വല്യച്ഛനാണ്. അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രി ഒന്നല്ലല്ലോ. ഓടാ അപ്പനെ. എന്തൊരു അഹങ്കാരമാണ് ഈ തള്ളക്ക്. ഗോ ആൻഡ് സ്റ്റഡി. എന്റെ കർത്താവേ, ഈ വക മൃഗങ്ങളുടെ കൂടെ അല്ലേ കുട്ടി ജീവിക്കുന്നത്? ആ വണ്ടി വണ്ടി വണ്ടി. അയ്യോ, കോൺഫറൻസിന് പോകുമ്പോ കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല മോളെ. അപ്പൊ ഗീത മോള് ഒറ്റയ്ക്കാവില്ലേ? വല്യച്ഛനും അപ്പച്ചൊക്കെ ഇല്ലേ മോളെ നോക്കാൻ? വേണ്ട, ഡാഡി ഇല്ലെങ്കിൽ എനിക്ക് പേടിയാ. ഡാഡി നാളെ ഇങ്ങ് വരില്ലേ മോളെ? വരുമ്പോ മോക്ക് എന്താ കൊണ്ടുവരണ്ടേ? ടെഡി ബെയർ, മിക്കി മൗസ്, ഡൊണാൾഡ് ഡക്ക്, ലിറ്റിൽ പോണി, പ്ലൂട്ടോ, പപ്പി, പിന്നെ കിസ് മീ. എന്താ മോളെ? ഈ ഗേറ്റ് ഒന്ന് തുറന്നു തരൂ. എന്തിനാ തുറക്കുന്നേ? തുറക്കാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ഗീതു, പ്ലീസ്. നല്ല പോലീസ് അല്ലേ? ആരാ മോളെ ഗീതു? ഞാൻ തന്നെയാ. എങ്ങോട്ടാ നീ ഓടുന്ന? ഇത്ര ചെറുപ്പത്തിലെ പി.ടി. ഉഷ ആവാനാണോ ഭാവം? കമോൺ ഗോ. അനുസരണ അച്ചടക്കോ ഇല്ലാതെ നടക്കാൻ നീ ഇപ്പൊ നിന്റെ അമ്മയുടെ വീട്ടിലല്ല, മനസ്സിലായോ? കുറച്ചു നേരം അവിടെ പോയി കളിച്ചോട്ടെ. പുറത്തു പോയുള്ള കളി തൽക്കാലം വേണ്ട. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇതുപോലെ പുറത്തു പോയി കളിച്ചിട്ടില്ല. അതിന്റെ ഗുണമായി എനിക്ക് ഡിസിപ്ലിൻ. If wealth is lost, nothing is lost. If health is lost, something is lost. If character is lost, everything is lost. Understand? Good. ഈ പട്ടി എന്താ ഇങ്ങനെ കിടന്ന് കുരയ്ക്കുന്നേ? പറ്റിയാല് പിന്നെ പാടുവോ? എന്താ എന്താ കാണിച്ചോണ്ടിരിക്കാ നീ? മുഴുവൻ കഴിക്കേ. എനിക്ക് മതി. എന്താ ഇത്ര മതിയാക്ക? കുറച്ചുകൂടെ കഴിച്ചേ. എന്താ പറ്റുന്നതെന്ന് അറിയാവല്ലോ. എനിക്ക് ഇഷ്ടമല്ല. ദേ, എനിക്കിതൊക്കെ ഉണ്ടാക്കാനേ അറിയാവൂ. നിന്റെ അമ്മൂമ്മയുടെ അവിടുത്തെ പോലെ ഇംഗ്ലീഷ് മോഡലുള്ള ശാപ്പാടൊന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. വേണമെങ്കിൽ കഴിക്കേ. എന്താ ഇവിടുത്തെ ഭക്ഷണമൊന്നും കഴിക്കരുതെന്ന് നിന്റെ ജസ്റ്റിസ് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടോ? ആരോടും കൂട്ടുകൂടണ്ടെന്നാ പറഞ്ഞത്. അതെന്താ? ഇവിടെ ആർക്കും കൾച്ചറില്ലാന്ന്. അങ്ങനെ പറഞ്ഞോ ആ തള്ള? ചെറുകുന്നം വീട്ടുകാർക്ക് സംസ്കാരമില്ല എന്ന് പറയാൻ മാത്രം ആ സ്ത്രീ വളർന്നോ? വല്യേച്ചി കേട്ടില്ലേ? ആ മൂദേവി ഇതും പറയുന്നതിന് അപ്പുറം പറയൂടാ ബാസി. എല്ലാത്തിനും അവനെ ഒരുത്തനെ പറഞ്ഞാ മതിയല്ലോ. അവനെ എന്തിനു പറയണം? ചെറുകുന്നം തറവാട്ടിലെ ആകെക്കൂടുള്ളൊരു തരിയ. അവളെ പഠിപ്പിച്ചു വിട്ടിരുന്ന കണ്ടില്ലേ? നിയമം പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ആയില്ല. നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കുള്ളൂ വല്യേച്ചി. എവിടെയൊക്കെ കുടുംബത്തിൽ നായി നക്കിയേ കുടിക്കത്തുള്ളൂ. എടീ, നീയൊക്കെ കാരണമാ ഞങ്ങൾ കല്യാണം പോലും കഴിക്കാതെ കെട്ടാമുല്ലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, അറിയാവോ? എങ്ങോട്ടാടി നിന്റെ പോക്ക്? എന്താണ് നിന്റെ ഉദ്ദേശം? നീ ഒരു പെൺകുട്ടിയല്ലേ? ഞങ്ങൾക്ക് കൾച്ചറില്ലാത്ത